നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പശ്ചിമഘട്ടവും പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യവും എന്ന ഭാഗമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമ്മുടെ ടോപ്പിക് എന്താണ്? പശ്ചിമഘട്ടവും ജൈവ വൈവിധ്യവും. അതിലോട്ട് വരുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. ലോക ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് മെയ് 22. മെയ് 22. ഇവിടെ ഇപ്പോൾ 2025 ലോക ജൈവ വൈവിധ്യ ദിനം ആചരിച്ചു കഴിഞ്ഞു അല്ലെ. 2025 ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ തീം, പ്രമേയം എന്തായിരുന്നു എന്ന് ചോദിച്ചാലോ? ഹാർമണി വിത്ത് നേച്ചർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഹാർമണി വിത്ത് നേച്ചർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് 2025 ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം. ഓർത്ത് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചെന്ന ഉടനെ എഴുതേണ്ട പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പോയിന്റ്, ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ അത് 2010. അവിടെ ഒരു കാര്യം കൂടി ഓർത്തോണം, ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദം, അതായത് ബയോഡൈവേഴ്സിറ്റി ഡെക്കേഡ് ആയിട്ട് ആചരിച്ച വർഷം ഏത് എന്ന് ചോദിച്ചാൽ 10 കൊല്ലമാണ്. 2011 മുതൽ 2020 വരെയുള്ള 10 കൊല്ലമാണ് ഐക്യരാഷ്ട്ര സംഘടന ജൈവ വൈവിധ്യ ദശാബ്ദമായിട്ട് ആചരിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത് എന്നാണ്. പശ്ചിമഘട്ടത്തെ UN പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2012. പശ്ചിമഘട്ടത്തിലെ 39 കേന്ദ്രങ്ങളെയാണ് 2012 UN പൈതൃക പട്ടികയിൽ ഉൾക്കൊള്ളിച്ചത്. പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങൾ? 39 കേന്ദ്രങ്ങൾ. ആ 39 കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രങ്ങൾ ഉള്ളത് കേരളത്തിലാണ്. ആ 39 കേന്ദ്രങ്ങളിൽ 20 കേന്ദ്രവും എവിടെയാണ്? കേരളത്തിലാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം. ഒന്നുകൂടി പറയണമെന്നുണ്ട്, പക്ഷെ സമയം ഒരുപാട് നീണ്ടുപോകും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാം പശ്ചിമഘട്ടം അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശം. എന്തുകൊണ്ടാണ് പശ്ചിമഘട്ടത്തിൽ ഇത്രയധികം ജൈവ വൈവിധ്യമുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഏത്? പശ്ചിമഘട്ടം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. അപ്പോൾ പഴക്കം കൂടുന്തോറും ജൈവ വൈവിധ്യവും കൂടും. ഇപ്പോൾ ഹിമാലയ പ്രദേശം, ഹിമാലയത്തിനെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് പഴക്കം ഏതിനുണ്ട്? പശ്ചിമഘട്ടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ഒരു മേഖലയാണ് ഏത്? പശ്ചിമഘട്ടം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള 8 ഹോട്ട്സ്പോട്ടുകളിൽ അല്ലെങ്കിൽ 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഏത്? പശ്ചിമഘട്ടം. ലോകത്തെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ട്. ആ 8 ഹോട്ടസ്റ്റ് ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഏത്? പശ്ചിമഘട്ടം എന്നുള്ളത് കൂടി അവിടെ ഓർത്തു വയ്ക്കുക. പശ്ചിമഘട്ടത്തിന് മറ്റൊരു പ്രാധാന്യമുണ്ട്, അത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നു അല്ലെ. നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ വളരെയധികം സ്വാധീനിക്കുന്നത് പശ്ചിമഘട്ടമാണ് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ നമുക്ക് ഭൂമിശാസ്ത്രത്തിനകത്തോട്ട് വരണ്ട. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇനി അത് കഴിഞ്ഞിട്ട്
പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്നു. ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്, ഗോവയുണ്ട്, കേരളമുണ്ട്, തമിഴ്നാടുണ്ട് എന്നിങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ്, ഏറ്റവും കുറച്ച് കടന്നു പോകുന്നത് ഗോവയിലൂടെയാണ്, അല്ലെ? അപ്പോൾ പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടക, ഏറ്റവും കുറച്ചു ദൂരം കടന്നു പോകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിൽ കൂടി മാത്രമല്ല 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ കൂടിയും കടന്നു പോകുന്നു. ആ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതായിരിക്കും? ഇന്ത്യയുടെ ഭൂപടം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ ഉത്തരം വ്യക്തമായിട്ട് വരും. ഒന്ന് ദാമൻ ദ്വീപ്, വേറൊന്ന് ഏതാണ്? പോണ്ടിച്ചേരി അഥവാ പുതുശ്ശേരി, അല്ലെ? ദാമൻ ദ്വീപ് അതുപോലെ തന്നെ പുതുശ്ശേരി എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും എന്ത് കടന്നു പോകുന്നുണ്ട്? പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. 6 സംസ്ഥാനങ്ങളിലൂടെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പശ്ചിമഘട്ടത്തിന്റെ വടക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിന്റെ മഹാരാഷ്ട്രയിലെ ഭാഗം പൊതുവെ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നുള്ള പേരിലാണ്. അതേസമയം കേരളത്തില് പശ്ചിമഘട്ടം സഹ്യപർവ്വതം എന്നാണ് അറിയപ്പെടുന്നത്. ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പശ്ചിമഘട്ടം അത് കടന്നു വരുമ്പോ ആനമുടിയിലെത്തുന്നു. ഇടുക്കി ജില്ലയിൽ മൂന്നാറിനടുത്ത് ആനമുടിയിലോട്ട് പശ്ചിമഘട്ടം എത്തുന്ന സമയത്ത് അവിടെ വെച്ച് അത് 3ആയിട്ട് ചിതറുന്നു. പശ്ചിമഘട്ടം 3ആയിട്ട് ചിതറി മാറുന്നുണ്ട്. അതിൽ കിഴക്കോട്ടുള്ള ഭാഗം എവിടെ? ആനമുടിയിലെത്തുമ്പോൾ ചിതറി മാറുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കോട്ടുള്ള ഭാഗം, ആ കിഴക്കോട്ടുള്ള ഭാഗമാണ് പളനിമല. പശ്ചിമഘട്ടത്തിന്റെ ആനമുടി ഭാഗത്തു നിന്ന് കിഴക്കോട്ടുള്ള ഭാഗം അറിയപ്പെടുന്നത് ഏത് പേരിലെന്ന് ചോദിച്ചാൽ പളനിമലയാണ്. അതേസമയം വടക്കോട്ടുള്ള ഭാഗം, പശ്ചിമഘട്ടത്തിന്റെ വടക്കോട്ടുള്ള ഭാഗം, ആനമുടിക്ക് വടക്കോട്ടുള്ള ഭാഗം ഏത് പേരിൽ അറിയപ്പെടുമെന്ന് ചോദിച്ചാൽ ആനമല. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പശ്ചിമഘട്ടത്തിന്റെ ആനമുടിക്ക് തെക്കുള്ള ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഏലമല. അപ്പൊ പറഞ്ഞു വന്ന എന്താണ്? പശ്ചിമഘട്ടം ഇടുക്കിയിൽ മൂന്നാർ ഭാഗത്തെത്തുമ്പോ ആനമുടിയുടെ ഭാഗത്തെത്തുമ്പോ അത് 3ആയിട്ട് ചിതറുന്നു. അതിൽ കിഴക്കോട്ടുള്ള ഭാഗം, കിഴക്കോട്ടുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് അതിനെ പറഞ്ഞ പേരാണ് പളനിമല. പശ്ചിമഘട്ടത്തിന്റെ തെക്കോട്ടുള്ള ഭാഗം, തെക്കോട്ടുള്ള ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാർഡമം ഹിൽസ് അഥവാ ഏലം കുന്നുകൾ. കാർഡമം ഹിൽസ് അഥവാ ഏലം കുന്നുകൾ അല്ലെങ്കിൽ ഏലമല എന്നൊക്കെ പറയും. ഇനി അത് കഴിഞ്ഞിട്ട് ആനമുടിയുടെ വടക്കോട്ടുള്ള ഭാഗം, അതിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആനമല എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നുണ്ട്, അല്ലെ? പശ്ചിമഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലനിരകളാണ്. അതുപോലെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തു കൂടി അതുപോലെ മലനിരകളുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് പൂർവ്വഘട്ടം എന്നാണ്, ഈസ്റ്റേൺ ഘട്ട്. ഈ പറഞ്ഞ വെസ്റ്റേൺ ഘട്ടും ഈസ്റ്റേൺ ഘട്ടും പരസ്പരം യോജിക്കുന്നുണ്ട്. എവിടെ വന്നാണ് യോജിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത് എവിടെ വന്നിട്ടാണ്? നീലഗിരി. എവിടെ വന്നിട്ടാണ്? നീലഗിരി, തമിഴ്നാട്. അവിടെ ഒരു ചോദ്യം കൂടി പ്രതീക്ഷിച്ചോണം. നീലഗിരിയിൽ മാത്രം കാണപ്പെടുന്ന ആദിവാസി വിഭാഗം, നീലഗിരിയിൽ മാത്രം കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ തോഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ്. തോഡർ, അല്ലെ? സാ തിരിച്ചിടുന്ന ഡായാണ്. തോഡർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം പ്രധാനമായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നീലഗിരി മേഖലയിലാണ്. അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തിലോട്ട് വരാം. പശ്ചിമഘട്ടത്തില് സസ്തനികളുണ്ട്. പശ്ചിമഘട്ടത്തിലെ സസ്തനികളിൽ ഏറ്റവും കൂടുതലുള്ള സസ്തനി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ വാവലുകളാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ എഴുതത്തില്ല. പശ്ചിമഘട്ടത്തിലുള്ള സസ്തനി ഗ്രൂപ്പുകളിൽ ഏറ്റവും കൂടുതലുള്ള സസ്തനി ഗ്രൂപ്പ് ഏത് എന്ന് ചോദിച്ചാൽ വാവലുകളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചില കാര്യങ്ങളിലോട്ടാണ് നമ്മൾ വരുന്നത്. പരീക്ഷയ്ക്ക് എന്തായാലും ഈ പറഞ്ഞ ചോദ്യ പേപ്പറിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ചില സസ്തനികളുണ്ട്. അതിന് നമ്മൾ വേറൊരു വാക്ക് പറയും, തദ്ദേശീയ ഇനം. ഇവിടെ മാത്രമേ ആ സാധനങ്ങളുള്ളൂ, ആ ജീവികൾ ഇവിടെ മാത്രമേ ഉള്ളൂ. അതിന് വേറൊരു വാക്ക് പറയും എൻഡമിക് സ്പീഷീസ്. എന്താണ്? എൻഡമിക് സ്പീഷീസ്. അതിൽ വരുന്ന സസ്തനികൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മലബാർ വിരുക്. ഏതാണ്? മലബാർ വിരുക്.
മലബാർ സിവറ്റ് എന്ന് പറയും. മലബാർ വിരുക്. അപ്പൊ പരീക്ഷയ്ക്ക് തരും, താഴെ തന്നിരിക്കുന്നതിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള തദ്ദേശീയ ഇനം. ലോകത്തൊരിടത്തും ഈ ജീവിവർഗം കാണത്തില്ല. അപ്പൊ എവിടെ മാത്രമേ ഉള്ളൂ? ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഏതാണ്? സസ്തനി വിഭാഗങ്ങളിൽ വരുന്ന ചിലതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. മലബാർ വിരുക്. മലബാർ വിരുക് എവിടെ മാത്രമേ ഉള്ളൂ? പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരു 10 കൊല്ലത്തിന് മുമ്പ് 1-2 എണ്ണത്തിന് അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒന്നിനെ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. നിങ്ങൾക്കറിയാം, IUCN എന്ന് പറയുന്ന ഒരു സംഘടന ഒരു പരിസ്ഥിതി സംഘടനയാണ് അല്ലെ. IUCN സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ്. അവരൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ചുവന്ന വിവരങ്ങളുടെ പുസ്തകം അഥവാ റെഡ് ഡാറ്റ ബുക്ക്. ഈ റെഡ് ഡാറ്റ ബുക്കിൽ എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെ. ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ കുറിച്ചാണ്. വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ കുറിച്ചല്ല. അതായത് അതിനകത്ത് ദിനോസറിനെ കുറിച്ച് പറയത്തില്ല, സഞ്ചാരി പ്രാവുകളെ കുറിച്ച് പറയത്തില്ല, അതിനകത്ത് ഡോഡോ എന്ന് പറയുന്ന പക്ഷിയെ കുറിച്ച് പറയത്തില്ല. കാരണം അത് വംശനാശം സംഭവിച്ച ജീവികളാണ്. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ട ജീവജാലങ്ങളെ കുറിച്ചാണ് ഏതിനകത്ത് പറയുന്നത്? ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ആ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ലീസ്റ്റ് കൺസേൺ. ഏത്? ലീസ്റ്റ് കൺസേൺ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം, ഇപ്പൊ വലിയ കുഴപ്പമില്ല, ആവശ്യത്തിന് എണ്ണം ജീവികളുണ്ട്, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ജീവികൾ നാശമായി പോകും. അതാണ് ലീസ്റ്റ് കൺസേൺ. അതിൻ്റെ അടുത്ത തലമാണ് ലീസ്റ്റ് കൺസേണിന്റെ അടുത്ത തലമാണ് വൾനറബിൾ. വൾനറബിൾ, ദുർബല വിഭാഗം എന്ന് മലയാളത്തിൽ പറയും. വൾനറബിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലീസ്റ്റ് കൺസേണിന് മുകളിലാണ്, കുറച്ചുകൂടി അപകട ഭീഷണിയാണ്. വംശനാശം അല്ലെ, വംശനാശം സംഭവിച്ചു ദുർബലമായി കൊണ്ടിരിക്കുന്നു, വൾനറബിൾ. അതിൻ്റെയും മുകളിലുള്ള തട്ടാണ്, അതായത് കുറെ കൂടി സൂക്ഷിക്കേണ്ടതാണ് എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗം. നന്നായിട്ട് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു മുകളിലാണ് ഈ പറഞ്ഞ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗം. ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പറയുന്നത് എന്താണ്? അതിപ്പോൾ 10-150 എണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ 10-200 ഈ പറഞ്ഞ ജീവികളെ ലോകത്തുള്ളൂ. അതുകൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിവർഗം ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അതാണ് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലുള്ള ഒരു സസ്തനിയാണ് മലബാർ വിരുക്. പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് മലബാർ വിരുക്. അത് IUCN ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിലെ കണക്ക് പ്രകാരം എങ്ങനെയുള്ള വിഭാഗത്തിലാണ്? ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം നീലഗിരി താർ വരയാട്. നീലഗിരി താർ വരയാട് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവിയാണ്. പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ് ഏത്? നീലഗിരി താർ അല്ലെ. പശ്ചിമഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ അത് ഇരവികുളത്ത് മാത്രമേ ഉള്ളൂ എന്നെടുക്കരുത്. അത് ഈ പറഞ്ഞ ഇരവികുളത്തിന് വെളിയിലും, അതായത് പശ്ചിമഘട്ടത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നീലഗിരി താർ അല്ലെങ്കിൽ വരയാടുകളെ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇരവികുളത്താണ്. ഇരവികുളം കഴിഞ്ഞാൽ ഈ വരയാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്ത് പൊന്മുടിയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ വരയാടുകൾ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഇരവികുളത്ത് മാത്രമല്ല, പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള വേറെ ചില സ്ഥലങ്ങളിലും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ചിമ്മിണി എന്ന് പറയുന്ന വന്യജീവി സങ്കേതം, തൃശ്ശൂർ ജില്ലയിലെ ചിമ്മിണി വന്യജീവി സങ്കേതത്തിലും 2024 വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വരയാടുകൾ ഇടുക്കിയിലും മാത്രമുള്ള ജീവിയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് എവിടെ? തമിഴ്നാട്ടിലും എന്തുണ്ട്? വരയാടുണ്ട് അല്ലെ. തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം തന്നെ ഏതാണ്? വരയാടാണ്. കേരളത്തിലുള്ള അത്രത്തോളം വരയാടുകൾ എവിടെയും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. എങ്കിലും ഈ അടുത്ത കാലത്ത് വരയാടുകളുടെ പോപ്പുലേഷൻ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളത് തമിഴ്നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ വരയാടുകൾ എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. വരയാടുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? അത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഇരവികുളം ദേശീയ പാർക്കിലാണ്, രാജമല എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ. രാജമലയിലോട്ട് പോയാൽ നിങ്ങൾക്ക് വരയാടുകളെ അടുത്ത് നിന്ന് കാണാം. വീട്ടിൽ ആടിനെ കാണുന്നത് പോലെ അടുത്ത് നിന്ന് കാണാം. എവിടെ ചെല്ലണം? ഇരവികുളത്ത് രാജമല എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലണം. അപ്പോ ഈ പറഞ്ഞ നീലഗിരി താർ അഥവാ വരയാട് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണോ? ആണ് അല്ലെ.
അത് IUCN ചുവന്ന വിവരങ്ങളുടെ പുസ്തകത്തിൽ ഏത് സ്റ്റാറ്റസിലാണ്? എൻഡാഞ്ചേർഡ്. സൂക്ഷിക്കണം, എൻഡാഞ്ചേർഡ്, ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡിന് താഴെയാണ്, എൻഡാഞ്ചേർഡ് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് സിംഹവാലൻ കുരങ്ങ് അല്ലെ, സൈലന്റ് വാലി വനപ്രദേശത്തുള്ള ഒരു ഈ പറഞ്ഞ സസ്തനിയാണ് സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങ് അല്ലെ, അത് ഏത് തരത്തിൽ വരുന്നതാണ്? എൻഡാഞ്ചേർഡ്. അത് ഏതിലാണ്? IUCN പട്ടികയിൽ ഏത് ഈ പറഞ്ഞ തലത്തിലാണ്? എൻഡാഞ്ചേർഡ് അല്ലെ. ഈ സിംഹവാലൻ കുരങ്ങും പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ജീവിയാണ്. പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ് സിംഹവാലൻ കുരങ്ങ്. അടുത്തത് നീലഗിരി ലങ്കൂർ. നീലഗിരി ലങ്കൂർ, അത് മലയാളത്തിൽ കരിങ്കുരങ്ങ് എന്ന് പറയും. നീലഗിരി ലങ്കൂർ അഥവാ കരിങ്കുരങ്ങ്. നിങ്ങൾ വനത്തിന്റെ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടിട്ടുണ്ടാവും. ആ പറഞ്ഞ കരിങ്കുരങ്ങ് അഥവാ നീലഗിരി ലങ്കൂർ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ജീവിവർഗമാണ്. ലോകത്ത് വേറൊരിടത്തുമില്ല, പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ജീവിവർഗമാണ് നീലഗിരി ലങ്കൂർ. അത് ഏത് വിഭാഗത്തിലാണ്? വൾനറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. വൾനറബിൾ, അത്രയ്ക്ക് പേടിക്കാനില്ല, ദുർബലമായി കൊണ്ടിരിക്കുകയാണ്, സൂക്ഷിക്കണം, അതാണ്. അപ്പോൾ ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ് അല്ല, അതിന് താഴത്തെ തലത്തിലാണ്. ഏത്? വൾനറബിൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നീലഗിരി ലങ്കൂർ അഥവാ കരിങ്കുരങ്ങ് ഉൾക്കൊള്ളുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നീലഗിരി മാർട്ടൻ, അതും ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു സസ്തന വിഭാഗമാണ്. നീലഗിരി മാർട്ടൻ ഒരു തരം മരനായയാണ്. അതിൻ്റെ പടം പറ്റുമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊന്ന് കാണണം, നല്ല രസമുള്ള ഒരു ജീവിയാണ്. അപ്പൊ നീലഗിരി മാർട്ടൻ അഥവാ മരനായ, നീലഗിരി മാർട്ടൻ അഥവാ മരനായ, അതും ഏത് വിഭാഗത്തിലാണ് വരുന്നത്? വൾനറബിൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഇവിടെ നിന്ന് ഒരു ചോദ്യമുണ്ട്, ഒരു മാർക്ക് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പൊ ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ്, അതായത് തദ്ദേശീയ ഇനത്തിൽ പെടുന്നത്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ തരും. അപ്പൊ അതിനകത്ത് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തരം തിരിച്ച് എഴുതേണ്ടി വരും. അതുപോലെ തന്നെ IUCN സ്റ്റാറ്റസ് പ്രകാരം ഇതിന്റെ സ്റ്റാറ്റസ് ഏത് എന്നും ചോദിക്കും. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. മലബാർ വെരുക് ക്രിട്ടിക്കലി എൻഡാഞ്ചേർഡ്, അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് നീലഗിരി താറും സിംഹവാലൻ കുരങ്ങും അല്ലെ, യഥാക്രമം ഇരവികുളത്തും അതുപോലെ തന്നെ സൈലന്റ് വാലിയിലും ഉള്ളത്, അത് എൻഡാഞ്ചേർഡ്. അതേസമയം നീലഗിരി ലങ്കൂർ, പിന്നെ അത് കഴിഞ്ഞിട്ട് നീലഗിരി മാർട്ടൻ, ഇതെന്താണ്? വൾനറബിൾ എന്ന് പറയുന്ന സ്റ്റാറ്റസിനകത്താണ് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വാക്ക് പരിചയപ്പെടാം, അൺഗുലേറ്റ് എൻഡമിക് സ്പീഷീസ്. പശ്ചിമഘട്ടത്തിലെ ഏക അൺഗുലേറ്റ് എൻഡമിക് സ്പീഷീസിൽ പെടുന്ന ജീവി ഏത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം മനസ്സിലായോ? അൺഗുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുളമ്പുള്ളത്. പശ്ചിമഘട്ടത്തിൽ കുളമ്പുള്ള ഏക എൻഡമിക് സ്പീഷീസ് ഏത് എന്നാണ് ചോദ്യം. അതാണ് ഏത്? നീലഗിരി താർ അഥവാ വരയാട്. പശ്ചിമഘട്ടത്തിലുള്ള ഏക അൺഗുലേറ്റ് എൻഡമിക് സ്പീഷീസ് ആണ് നീലഗിരി താർ അഥവാ വരയാട്. ഓർത്തു വെക്കണം, ഒരു മാർക്ക് കൂടുതൽ കിട്ടും, മറ്റുള്ളവരെക്കാളും നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള അൺഗുലേറ്റ് എൻഡമിക് സ്പീഷീസ്, ഒരേ ഒരു അൺഗുലേറ്റ് എൻഡമിക് സ്പീഷീസ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വരയാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങളിലോട്ട് വരാം. ചാമ്പൽ മലയണ്ണാൻ, നിങ്ങൾക്കറിയാം ചിന്നാർ ഭാഗത്ത് അല്ലെ, ചിന്നാർ ഭാഗത്ത് കണ്ടുവരുന്ന ഈ പറഞ്ഞ ഒരു ജീവിയാണ് ചാമ്പൽ മലയണ്ണാൻ. ചോദ്യം ഇതാണ്, ചാമ്പൽ മലയണ്ണാൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണോ? പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ചാമ്പൽ മലയണ്ണാൻ പശ്ചിമഘട്ട ഭാഗത്തിന് പുറത്തുമുണ്ട്. അപ്പൊ ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു സവിശേഷ ഈ പറഞ്ഞ എന്താണ് അണ്ണാൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. പക്ഷെ അത് പശ്ചിമഘട്ടത്തിന് പുറത്തുമുണ്ട്. അപ്പൊ അത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസിൽ പെടുന്നതാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. നേരത്തെ മോളിൽ പറഞ്ഞതെല്ലാം പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ്, ഇത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ചോയ്സിൽ ഇത് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എൻഡമിക് സ്പീഷീസ് അല്ല എന്ന് എഴുതണം. ഇനി അത് കഴിഞ്ഞിട്ട് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് ആണ്, അതൊരു പക്ഷിയാണ്. എൻഡമിക് സ്പീഷീസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പശ്ചിമഘട്ടത്തിന് പുറത്തും ഏതുണ്ട്? മലമുഴക്കി വേഴാമ്പലുണ്ട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പക്ഷിയല്ല. ഏത്? മലമുഴക്കി വേഴാമ്പൽ. അടുത്തത് കോഴി വേഴാമ്പൽ. വേഴാമ്പലിൽ തന്നെ പല ടൈപ്പുകളുണ്ട്. അതിലൊന്നാണ് കോഴി വേഴാമ്പൽ. വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ മലബാർ ഗ്രേ ഹോൺബിൽ.
മലബാർ ഗ്രേ ഹോൺബിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് കോഴി വേഴാമ്പൽ എന്ന് പറയാറുണ്ട്, ചാര വേഴാമ്പൽ എന്നൊക്കെ പറയാറുണ്ട്. മലബാർ ഗ്രേ ഹോൺബിൽ ഇത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള വേഴാമ്പൽ ഇനമാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള വേഴാമ്പൽ ഇനമാണ് ഏത്? കോഴി വേഴാമ്പൽ. വാക്ക് ശ്രദ്ധിച്ചാൽ മതി, മലബാർ ഗ്രേ ഹോൺബിൽ. അതിൽ മലബാർ ശ്രദ്ധിച്ചാൽ മതി. അതെവിടെ മാത്രമേ ഉള്ളൂ? അത് പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോ ചാമ്പൽ മലയണ്ണാൻ അതെവിടെയാണെന്ന് പറഞ്ഞു? അത് പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല, അത് പശ്ചിമഘട്ടത്തിന് പുറത്തുമുണ്ട്. മലമുഴക്കി വേഴാമ്പലോ പശ്ചിമഘട്ടത്തിൽ മാത്രമല്ല, അതിന് പുറത്തുമുണ്ട്. പക്ഷെ കോഴി വേഴാമ്പൽ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ഒരു പക്ഷി ഇനമാണ്. അതുപോലെ നക്ഷത്ര ആമ, ഇടുക്കിയിലെ ചിന്നാർ ഭാഗത്ത് ഈ പറഞ്ഞ് കാണപ്പെടുന്ന ഒരു സവിശേഷ ആമ ഇനമാണ് നക്ഷത്ര ആമ, അല്ലെ? വലിയ പ്രാധാന്യമുള്ള ഈ പറഞ്ഞ രാമവർഗമാണ് നക്ഷത്ര ആമ. നക്ഷത്ര ആമ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ആമ ഇനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നക്ഷത്ര ആമ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്, പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള ജീവിയല്ല. അപ്പൊ ആ നക്ഷത്ര ആമ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസിൽ പെടുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് റീഡ് തവളകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോഴിക്കോട് കക്കയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കോഴിക്കോട് കക്കയം, ആ പറഞ്ഞ കക്കയം ഭാഗത്ത് കാണുന്ന അപൂർവ ഇനം തവളകളാണ് ഏത്? റീഡ് തവളകൾ. ഈ റീഡ് തവളകൾ ഇവിടെ മാത്രമേ ഉള്ളൂ? പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ? അല്ല, റീഡ് തവളകൾ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസ് അല്ല. ഇനി അത് കഴിഞ്ഞിട്ട് പാതാളത്തവള എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക തവളയാണ്. പാതാള തവള, അല്ലെ? 365 ദിവസം ഒരു വർഷത്തില്. ആ 365 ദിവസത്തില് 364 ദിവസവും പാതാളത്തിൽ കഴിഞ്ഞിട്ട്, ഭൂമിക്കടിയിൽ കഴിഞ്ഞിട്ട്, ഒരു ദിവസം മാത്രം മാവേലിയെ പോലെ പുറത്തു വരുന്ന ഈ പറഞ്ഞൊരു തവളയാണ് ഏത്? പാതാളത്തവള. അതുകൊണ്ട് അതിനെ മാവേലി തവള എന്നും വിളിക്കും. മാവേലി തവള, മഹാബലി തവള, പന്നിമൂക്കൻ തവള എന്ന് വിളിക്കാറുണ്ട്. ഇതെല്ലാം ഒരു തവള ഇനമാണ്. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. അത് എങ്ങനെയാണ്? അത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള തവള ഇനമാണ്. ദിനോസോറുകളുടെ കാലഘട്ടത്തിലുള്ള ഈ പറഞ്ഞ തവള വിഭാഗമാണ്. അതായത് വളരെ പഴക്കമുള്ള തവള വിഭാഗമാണ് ഏത്? ഈ പറഞ്ഞ പാതാള തവള. ആ തവളകളെ കണ്ടെത്തിയത്, അങ്ങനെ ഒരു തവള വർഗത്തെ ഈ അടുത്ത കാലത്താണ് കണ്ടെത്തിയത്. അതാര് എന്ന് ചോദിച്ചാൽ സത്യഭാമദാസ് ബിജു എന്ന് പറയുന്ന ഒരു ഈ പറഞ്ഞ സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗവേഷകനാണ്. സത്യഭാമദാസ് ബിജു, ചുരുക്കി നമ്മൾ SD ബിജു എന്ന് പറയും. ചുരുക്കി നമ്മൾ എങ്ങനെ പറയും? SD ബിജു. അപ്പൊ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അടുത്തത് നമുക്കറിയാവുന്ന കാര്യമാണ്, പശ്ചിമഘട്ടത്തിൽ ഒരുപാട് ചിത്രശലഭ സ്പീഷീസുകളുണ്ട്. ഏറ്റവും കൂടുതൽ ചിത്രശലഭ സ്പീഷീസുകൾ ഉള്ളത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ്. നമുക്കറിയാം ആറളം ചിത്രശലഭ സങ്കേതം, ഇന്ത്യയിലെ ആദ്യ ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സങ്കേതമാണ് ആറളം ചിത്രശലഭ സങ്കേതം, അല്ലെ? അതെവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിന്റെ വടക്ക് ഭാഗത്തുള്ള ഈ പറഞ്ഞൊരു വന്യജീവി സങ്കേതമായിരുന്നു ആറളം വന്യജീവി സങ്കേതം. അതിപ്പോൾ ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ഇവിടുത്തെ കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ ചിത്രശലഭ സ്പീഷീസുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്താണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം അങ്ങനെ ഒരെണ്ണമുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതെന്ന് ചോദിച്ചാൽ ബുദ്ധ മയൂരി എന്ന് പറയുന്ന ചിത്രശലഭമാണ്. പാപ്പിലിയോ ബുദ്ധ അഥവാ ബുദ്ധ മയൂരി. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മലമുഴക്കി വേഴാമ്പൽ, അല്ലെ? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. നിങ്ങൾക്കറിയാം മലമുഴക്കി വേഴാമ്പൽ. എന്തുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പലിനെ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ മലയാളികൾ സാധാരണഗതിയിൽ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതുപോലെ വലിയ പ്രാധാന്യം കുടുംബ ബന്ധത്തിന് കൊടുക്കുന്ന ഒരു പക്ഷിയാണ് ഏത്? മലമുഴക്കി വേഴാമ്പൽ. ജീവിതത്തിലുടനീളം ഒരു ഇണയെ മാത്രം സ്വീകരിക്കുന്ന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അപ്പൊ അതിന്റെ ശാസ്ത്രീയ നാമം പഠിച്ചു വെക്കണം, ബുസറോസ് ബൈകോർണിസ്. മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് ബുസറോസ് ബൈകോർണിസ്. അടുത്തത് നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് ഏത്? കാഷ്യ ഫിസ്റ്റുല അഥവാ കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന, കാഷ്യ ഫിസ്റ്റുല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇന്ത്യൻ ലാബർണം എന്നറിയപ്പെടുന്ന സസ്യം.
ഇന്ത്യൻ ലാബർണം എന്നറിയപ്പെടുന്ന സസ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയെ ഇന്ത്യൻ ലാബർണം എന്ന് വിളിക്കും. ലാബർണം എന്ന് പറയുന്ന വൃക്ഷമുള്ളത് എവിടെയാണെന്ന് അറിയാമോ? അത് കൂടുതൽ യൂറോപ്പിലാണ്. ഇന്ത്യൻ ലാബർണം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാഷ്യ ഫിസ്റ്റുല, അതായത് കണിക്കൊന്നയാണ്. അതുപോലെ തന്നെ ഗോൾഡൻ ഷവർ ട്രീ എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കണിക്കൊന്നയാണ്. അപ്പോൾ ഇന്ത്യൻ ലാബർണം, ഗോൾഡൻ ഷവർ ട്രീ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പം അത് കണിക്കൊന്ന. ആ പറഞ്ഞ കണിക്കൊന്ന മരത്തെയാണ് ഇന്ത്യൻ ലാബർണം, ഗോൾഡൻ ഷവർ ട്രീ എന്നൊക്കെ വിളിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പ്രൈഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? ഒരു തണൽ വൃക്ഷമാണ്. അത് നമ്മുടെ ഇലപൊഴിയും കാടുകളിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ പേരാണ് മണിമരുത്. നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട്, തണൽ വൃക്ഷമായിട്ട് വളർത്താറുണ്ട്. മണിമരുത് അല്ലെങ്കിൽ പൂമരുത്. പ്രൈഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് മണിമരുത് അഥവാ പൂമരുത് എന്നുള്ളത് ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ വൈൽഡ് ജാക്ക് എന്നറിയപ്പെടുന്ന വൃക്ഷം. ഇന്ത്യൻ വൈൽഡ് ജാക്ക് എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് ആഞ്ഞിലിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. വൈൽഡ് ജാക്ക് അല്ലെ, ആഞ്ഞിലി ചക്ക എന്നാ നമ്മൾ പറയണേ അല്ലെ, ആഞ്ഞിലി ചക്ക എന്നൊക്കെ പറയാം. അതിന്റെ കായ നമ്മൾ അങ്ങനെയാ പറയണേ. അപ്പൊ ഇന്ത്യൻ വൈൽഡ് ജാക്ക് എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ആഞ്ഞിലിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് അഥവാ കാട്ടുതീ എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലാഷ് എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. പ്ലാഷ്, ശങ്കരാഭരണത്തിന്റെ ചന്ദ്രകല. പ്ലാഷ് എന്ന് പറയുന്ന വൃക്ഷമാണ് ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് അഥവാ കാട്ടുതീ എന്നറിയപ്പെടുന്നത്. പ്ലാഷ് വൃക്ഷത്തിന്റെ പേരിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം നിങ്ങൾക്കറിയാം, പ്ലാസി യുദ്ധം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പറഞ്ഞത് പ്ലാഷ് എന്ന് പറയുന്ന സസ്യത്തിന്റെ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്ലാസി. അതുപോലെ ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്നത്, രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഫയർ എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതെന്ന് ചോദിച്ചാൽ അശോകം. അപ്പൊ അതത്രയും അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. കൂടുതൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ദേശീയ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ പഠിക്കും. അപ്പോൾ കൂടുതൽ സസ്യജന്തുജാലങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ എന്തൊക്കെ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വച്ചത്. അപ്പോൾ ഇതൊന്ന് കേട്ടുവയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനങ്ങളായിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കുറിഞ്ഞി അല്ലെ. കുറിഞ്ഞി എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള തദ്ദേശീയ ഇനമാണ് കുറിഞ്ഞി. അതുപോലെ തന്നെ നീലക്കുറിഞ്ഞി നിങ്ങൾക്കറിയാം. ഇനി അത് കഴിഞ്ഞിട്ട് ചെങ്കുറിഞ്ഞി നിങ്ങൾക്കറിയാം, ചെങ്കുറിഞ്ഞി. പക്ഷെ ചെങ്കുറിഞ്ഞി എന്ന പേരിലായിരിക്കില്ല നിങ്ങൾ കേട്ടിരിക്കുന്നത്, ശന്തുരുണി എന്നുള്ള പേരിലായിരിക്കും. കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ശന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ പറഞ്ഞ ശന്തുരുണി അല്ലെങ്കിൽ ചെങ്കുറിഞ്ഞി, നീലക്കുറിഞ്ഞി, കുറിഞ്ഞി ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയമായിട്ടുള്ള സസ്യ ഇനങ്ങളാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള സസ്യ ഇനങ്ങളാണ് കുറിഞ്ഞി, നീലക്കുറിഞ്ഞി, ചെങ്കുറിഞ്ഞി. അതിൽ നമ്മൾ നീലക്കുറിഞ്ഞിയെ പറയും പശ്ചിമഘട്ടത്തിലെ റാണി. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? അത് നീലക്കുറിഞ്ഞിയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്തിന്റെ ശാസ്ത്രീയ നാമമാണ് എന്ന് ചോദിച്ചാൽ അത് ചെങ്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ്. അതേസമയം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് അല്ലെ. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക ചെങ്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ പഠിച്ചു വെക്കണം കല്ലേനിയ എക്സാറിലേറ്റ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കല്ലേനിയ എക്സാറിലേറ്റ എന്ന് പറയുന്നത് വെടിപ്ലാവുകളുടെ ശാസ്ത്രീയ നാമമാണ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ് കല്ലേനിയ എക്സാറിലേറ്റ അല്ലെ. സൈലന്റ് വാലിയിൽ വെടിപ്ലാവുകളുണ്ട്. ആ വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സിംഹാലൻ കുരങ്ങുകൾ അവിടെ കാണപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മൾ അത് പഠിക്കും. അപ്പോ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമമാണ്
കല്ലേനിയ എക്സാറിലേറ്റ അല്ലെ. അപ്പൊ കുറച്ച് ശാസ്ത്രീയ നാമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി പഠിക്കും. പക്ഷെ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം, അത് ഉറപ്പിച്ച് വയ്ക്കണം. അതിനുശേഷമേ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്കിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് ഞാൻ ക്ലാസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണ്, എന്താണ് അധിനിവേശ സസ്യങ്ങൾ? അധിനിവേശ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേറൊരു ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത സസ്യങ്ങൾ, ഇവിടുത്തെ തനത് ഈ പറഞ്ഞ സസ്യങ്ങളല്ലാത്തവയാണ് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും രാജ്യത്തിൽ നിന്നോ ഭൂഖണ്ഡത്തിൽ നിന്നോ ഇവിടോട്ട് ഈ പറഞ്ഞ കയറി വരികയും പിന്നീട് ഇവിടുത്തെ ഈ പറഞ്ഞ ജീവജാലങ്ങളെ അതിൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സസ്യങ്ങൾ, അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അധിനിവേശ സസ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടുത്തെ തദ്ദേശീയ ഇനമല്ല, വിദേശ ഇനമാണ്, ഇവിടെയിട്ട് ഏതെങ്കിലും വിധത്തിൽ കുടിയേറി പാർത്തതാണ്. പിന്നെ ഇവിടെയുള്ള സസ്യ ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവയാണ്. അങ്ങനെയുള്ളവയെ നമ്മൾ എന്ത് വിളിക്കും? അധിനിവേശ സസ്യങ്ങൾ എന്ന് വിളിക്കും. അധിനിവേശ സസ്യങ്ങളും ഉണ്ട്, അധിനിവേശ ജന്തുക്കളും ഉണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അധിനിവേശ സസ്യങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് തരും, താഴെ തന്നിരിക്കുന്ന അധിനിവേശ സസ്യം ഏത് എന്ന് പറഞ്ഞൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മാഞ്ചിയം. മാഞ്ചിയം എന്ന് പറയുന്നത് ഇവിടുത്തെ തദ്ദേശീയ ഇനമല്ല, ഒരു അധിനിവേശ സസ്യമാണ്. ഏത്? മാഞ്ചിയം. പ്രത്യേകിച്ചും ഈ ആസ്ട്രേലിയൻ ഭാഗത്തുനിന്ന് ഇന്ത്യയിലോട്ട് വന്ന ഒരു സസ്യമാണ് മാഞ്ചിയം. ഈ പറഞ്ഞ ഒരു സസ്യത്തിന്റെ പേരിൽ മലയാളികൾ ഒരു കാലത്ത് 3G ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാഞ്ചിയം തട്ടിപ്പെന്നൊക്കെ കേട്ടിട്ടില്ലേ? മാഞ്ചിയം ഒരു അധിനിവേശ സസ്യമാണ്. അക്കേഷ്യ ഒരു അധിനിവേശ സസ്യമാണ്. മാഞ്ചിയം, അക്കേഷ്യ അധിനിവേശ സസ്യമാണ്. യൂക്കാലിപ്റ്റസ് എന്ന് പറയുന്ന 1960കളിൽ ഇന്ത്യയിലോട്ട് വന്ന ഒരു സസ്യമാണ്, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സസ്യമല്ല. ഈ സസ്യമൊക്കെ ഒരു സ്ഥലത്ത് വളരാൻ തുടങ്ങി കഴിഞ്ഞാൽ മറ്റ് തനത് സസ്യങ്ങൾക്ക് വളരാനേ പറ്റത്തില്ല, ഇതങ്ങ് പടർന്ന് പിടിച്ചു കളയും, ആ ആവാസ വ്യവസ്ഥയെ മൊത്തം നശിപ്പിച്ചു കളയും. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മാഞ്ചിയമുണ്ട്, അക്കേഷ്യയുണ്ട്, യൂക്കാലിപ്റ്റസ് ഉണ്ട്, അധിനിവേശ സസ്യമാണ്. കൊങ്ങിണി എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്, ചെറിയ സസ്യമാണ്, കുറ്റിച്ചെടിയാണ് കൊങ്ങിണി. മിക്കവാറുള്ള വീടുകളിലൊക്കെ ഈ പറഞ്ഞ അലങ്കാരമായിട്ട് വളർത്തുന്ന ഒരു സസ്യം കൂടിയാണ്. പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ മറ്റ് സസ്യങ്ങൾക്ക് വളരാനുള്ള ഈ പറഞ്ഞ സ്പേസ് നഷ്ടപ്പെടും. കൊങ്ങിണി ഒരു അധിനിവേശ സസ്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പച്ച, മുറിവൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഉരച്ച് തേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പച്ച ഇവിടെയുള്ള സസ്യമല്ല. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് ഒരു അധിനിവേശ സസ്യമാണ്. അതുപോലെ തന്നെ ധൃതരാഷ്ട്ര പച്ച, കമ്മ്യൂണിസ്റ്റ് പച്ച, ധൃതരാഷ്ട്ര പച്ച, കൊങ്ങിണി, യൂക്കാലിപ്റ്റസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മാഞ്ചിയം, അക്കേഷ്യ, ഇതെല്ലാം അധിനിവേശ സസ്യങ്ങളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ആഫ്രിക്കൻ പായൽ അല്ലെ. ആഫ്രിക്കൻ പായലിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ആഫ്രിക്കൻ പായൽ അതും എന്താണ്? ഒരു അധിനിവേശ സസ്യമാണ്. ഏത്? ആഫ്രിക്കൻ പായൽ. കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് സെന്നമരം ഒരു അധിനിവേശ സസ്യമാണ്, വൃക്ഷമാണ് സെന്നമരം. ഈ സെന്നമരം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാലത്ത് കേരള വനം വകുപ്പ് നമ്മുടെ കാടുകളിലൊക്കെ ഈ പറഞ്ഞ സെന്നമരം വച്ച് പിടിപ്പിച്ചായിരുന്നു. സെന്നമരം എന്ന് പറയുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വൃക്ഷമാണ്. അത് നമ്മുടെ കാടുകളിലൊക്കെ വച്ച് പിടിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇത് പടർന്നങ്ങ് പന്തലിക്കാനായിട്ട് തുടങ്ങി. നമ്മുടെ കാട്ടിനകത്തുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മറ്റ് സസ്യജാലങ്ങൾക്ക് വളരാനുള്ള സ്പേസ് നഷ്ടപ്പെട്ടു. കാട്ടിനകത്ത് ജീവജാലങ്ങൾക്ക് ഒന്നും തിന്നാൻ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അത് നാട്ടിലോട്ടൊക്കെ ഇറങ്ങി വരുന്ന ശല്യം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കേരള സർക്കാർ ഈ പറഞ്ഞ കാട്ടിനകത്തുള്ള സെന്ന മരങ്ങളെല്ലാം മൂടോടെ പിഴുതെടുത്ത് നശിപ്പിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, കാട്ടിൽ നിന്ന് ഈ പറഞ്ഞ സെന്ന മരങ്ങൾ മൊത്തം പിഴുത് കളയണമെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞൊരു ഉത്തരവുണ്ട്. അപ്പൊ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരമാണ് ഏത്? സെന്ന മരം. അതും എന്താണ്? അതൊരു അധിനിവേശ വൃക്ഷമാണ്, അധിനിവേശ വൃക്ഷമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കൻ മുഷി. ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന സസ്യമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതെന്താണ്? അതൊരു മത്സ്യമാണ്. ആഫ്രിക്കൻ മുഷി ഇത് നമ്മുടെ കുളത്തിലെങ്ങാനും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഈ പറഞ്ഞ മത്സ്യങ്ങളൊന്നും വളരത്തില്ല, അതിനെല്ലാം ഇത് നശിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത് ഒരു അധിനിവേശ മത്സ്യമാണ്, അല്ലെങ്കിൽ അധിനിവേശ ജന്തു വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ആഫ്രിക്കൻ മുഷി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്താണ്?
പശ്ചിമഘട്ടം, പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം എല്ലാം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എല്ലാം പറഞ്ഞിട്ടില്ല, ചിലതൊക്കെ ബാക്കിയാണ്. അത് വരുന്ന ക്ലാസ്സുകളിൽ പല ഭാഗങ്ങളിലായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ദുർബലതകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയാണ്, ആദ്യത്തെ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക ദുർബലതകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ആദ്യത്തെ കമ്മിറ്റി അതാ 2010 മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നത്, കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. അങ്ങനെ വളരെ സത്യസന്ധമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മാധവ് ഗാഡ്ഗിൽ മുന്നോട്ട് വച്ചു. പക്ഷേ മലയോര ഭാഗത്തുള്ള ജനങ്ങളും കർഷകരും ഒക്കെ വലിയ പ്രക്ഷോഭം ഉയർത്തി. അപ്പോൾ വലിയ പ്രക്ഷോഭം ഉയർത്തിയപ്പോൾ സർക്കാർ ജനങ്ങളെ ഒന്ന് ഈ പറഞ്ഞ മയക്കുന്നതിനും മെരുക്കുന്നതിനും വേണ്ടിയിട്ട് വേറൊരു കമ്മിറ്റിയെ വെച്ചു, അല്ലെ? വേറൊരു കമ്മിറ്റി. ആ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാനും അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി വേറൊരു കമ്മിറ്റിയെ വെച്ചു. അതാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. അതെന്നാണ് 2012. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഡൈലൂട്ടാക്കി കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും വെച്ചത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേരള സർക്കാരിന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ വെച്ചു. അതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി, അല്ലെ? ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ചോദിക്കും, നോട്ട് തരുമോ സാറേ എന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം പറ്റുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. വളരെ കുറച്ച് പുസ്തകമേ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളൂ. പെട്ടെന്ന് വിളിക്കുന്നവർക്ക് കിട്ടും. അടുത്ത ക്ലാസ്സിൽ ഈ പരസ്യം ഉണ്ടാവത്തില്ല, കാരണം പുസ്തകമില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പരസ്യം ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു പുസ്തകം 75 രൂപ മാത്രമുള്ള ഒരു പുസ്തകമാണ്. 88 പേജുകളാണ്. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ പുസ്തകത്തിനകത്ത് ക്രമമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആ പുസ്തകം വായിച്ചാൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുക. ഇന്ന് തന്നെ വിളിക്കണം. ചിലപ്പോൾ വിളിക്കുമ്പോഴത്തേക്കും പുസ്തകം തീർന്നു പോയി കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കുകയും വേണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.